തൊഴിലാളി ഫാമിലി ബ്ലോഗറുമാണ് ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ തമിഴ് ഫുഡൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് എനിക്കറിയാം. അവന്റെ നാട്ടിൽ ഇപ്പൊ ഇവിടെ പെണ്ണില്ല അവന്. നേരത്തെ അമൃതയും എൽസത്തൊക്കെ മലയാളികളാണ്. അപ്പൊ അവിടെ നിൽക്കുന്നോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാം. ഇവന് ഇപ്പൊ അവൻ തമിഴ്നാട്ടിൽ പോയി നിൽക്കരുതോ? ഇവൻ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ട് ബാല തമിഴ്നാട്ടിൽ ജീവിക്കാതെ കേരളത്തിൽ ജീവിക്കുന്നവരെ അന്വേഷിക്കണം. അത് ഇവൻ കോടികളുണ്ട്, അവിടെ പല പരിപാടികളൊക്കെ ഉണ്ട്. ഇത്രയും ഒരു എന്താ പറയണ്ടേ അക്രമവാസനയും ഒരു ക്രിമിനൽ മൈൻഡ് ഒക്കെ ഉള്ള ഒരാളെ പോലെ തോന്നുന്നവനെ സംശയിക്കേണ്ടിയിരിക്കുന്ന അവൻ എന്തിനാണ് കേരളത്തിൽ നിൽക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. അല്ല ആരെങ്കിലും പോയി നിൽക്കുക, വെറുതെ നിൽക്കുക, പണിയില്ല. ഇവിടെ നമ്മളിവിടെ ആൾക്കാർ എല്ലാ ലോകത്തിന്റെ ഏത് മൂലിക്കുന്നതിന് മലയാളിയെ കാണാൻ പറ്റും. അവിടെ അവര് ജോലിക്ക് പോയേക്കുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർക്ക് അവിടെ ബന്ധുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ബാംഗ്ലൂരിൽ പെണ്ണെ കെട്ടി, അവന് ബാംഗ്ലൂർ വീടുണ്ട്, അവനവിടെ പോയി താമസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് ബന്ധുവീട്ടിലല്ലേ നിൽക്കുന്നു. ഇവിടെ ഓക്കെ, ഇതുവരെ എൽസോത്ത് ഉണ്ടാകുന്ന സ്ഥാനത്ത് വരെ നമുക്ക് ഓക്കെ. ഇപ്പം പോകിലിട്ട് പോയി തിരിച്ചു പോകാൻ വേണമെങ്കിൽ ഇവര് ആരുമില്ല ഇവിടെ. എന്നിട്ട് അവൻ അവിടെ പോകാതെ ഇവിടെ തന്നെ നിൽക്കുക. അത് ശരിയല്ലല്ലോ. അല്ലെ എന്തെങ്കിലും തൊഴിൽ വേണം ഇങ്ങനെ നിൽക്കണമെങ്കിൽ. എന്തിനാ ഒരാൾ വന്ന് വെറുതെ സ്റ്റേറ്റ് മാറി ജീവിക്കുന്നത്? അത് ഇത്രയും കൊല്ലം അതിനെ ഒരു സംശയം തോന്നുന്നില്ല. ഇങ്ങനെ എടുത്ത വന്നിരിക്കും എന്തോ സംശയമുണ്ട്. ഇവന് വേറെ വല്ല പരിപാടി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടോ? ശരിയല്ലേ? പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞ പരിപാടി കാണിക്കുന്നുണ്ട്. അത് എല്ലാ പിള്ളേരും കാണിക്കുന്നു. ഇതുപോലത്തെ ടീമുകളെല്ലാം ചാരിറ്റി കാണിക്കും. മറ്റേ ഇവര് ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ളവരെല്ലാവരും ഭയങ്കര ചാരിറ്റി. ഒരു ഗ്രാമമൊക്കെ ഏറ്റെടുത്തവര്, മനസ്സിലായില്ലേ? കോളനി മറ്റേ ഇതില്ലേ, സ്ലം ഒക്കെ